നഫീസത്തുൽ മിസ്രിയ ബീവി റളിയല്ലാഹു തആല അൻഹ, അഹ്ലു ബൈത്തിൽപ്പെട്ട മഹദിയാണ്. ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഹുസൈൻ തങ്ങളുടെയും പരമ്പരയിൽ വരുന്ന മഹദിയാണ് നഫീസത്തുൽ മിസ്രിയ ബീവി. അവർ മദീനക്കാരാണ്. മദീനയിൽ നിന്ന് അവർ ഈജിപ്തിലേക്ക് വന്നതാണ്. ഈജിപ്തിലേക്ക് താമസം മാറിയതാണ്. അവിടുത്തെ ആളുകളൊക്കെ മഹദി റളിയല്ലാഹു തആല അൻഹയെ ഒരുപാട് സ്നേഹിച്ചു. ബീവി റളിയല്ലാഹു തആല അൻഹ, മഹദി റളിയല്ലാഹു അൻഹയുടെ സാന്നിധ്യം ഈജിപ്തിൽ അവർക്ക് നിഅമത്തും ബറക്കത്തുമാണെന്നവർ വിചാരിച്ചു. ബീവി റളിയല്ലാഹു അൻഹ ദുആ ചെയ്താൽ മഴ കിട്ടുമായിരുന്നു, അസുഖം മാറുമായിരുന്നു. മഹദി ദുആ ചെയ്തു കൊടുത്താൽ, മഹദി റുഖിയ ചെയ്തു കൊടുത്താൽ പിന്നെ ഏത് ഭ്രാന്തും സുഖപ്പെടുമായിരുന്നു. അത്ര വലിയ ഒരു മഹത്വം നഫീസത്തുൽ മിസ്രിയ ബീവിക്കുണ്ടായിരുന്നു. അങ്ങനെ മഹദി അവസാനം ഇവിടെ നിന്ന് ഈജിപ്തിൽ നിന്ന് പോകാൻ വേണ്ടി തീരുമാനിച്ചു. ഇങ്ങനെ നിന്നാൽ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ആളുകളിങ്ങനെ വന്നുകൊണ്ടിരുന്ന നമ്മളെങ്ങനെ ഇബാദത്ത് ചെയ്യുക? നമുക്കും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇരിക്കാൻ സമയം വേണ്ടേ? ബീവി പറയാൻ എനിക്ക് പറ്റുന്നില്ല, ആളുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 100,000 ആളുകളുടെ പ്രശ്നങ്ങളുണ്ടാവില്ലേ, ഇതൊക്കെ പരിഹരിക്കാൻ കഴിയുമോ? അങ്ങനെ ബീവി പറഞ്ഞു ഞാൻ പോവാൻ. അങ്ങനെ മഹദി അവിടുന്ന് ഈജിപ്തിൽ നിന്ന് ഖൈറോവിൽ നിന്ന് അങ്ങോട്ട് മദീനത്തേക്ക് തിരിച്ചു വരികയാണ്. പക്ഷെ അവിടുത്തെ ഭരണാധികാരികളും നാട്ടുകാരും മുഴുവൻ തെരുവിലേക്കിറങ്ങി പൊട്ടിക്കരഞ്ഞ് കാല് പിടിച്ച് പറഞ്ഞു, ബീവി നിങ്ങൾ പോവരുത്, ഞങ്ങളാരും ബുദ്ധിമുട്ടാക്കാൻ വരില്ല, നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ നിന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നഫീസ ബീവി റളിയല്ലാഹു അൻഹ ഇപ്പോൾ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന ഈജിപ്തിലെ ബീവിയുടെ മഖാമ് നിൽക്കുന്ന ഭാഗം. അവിടെ വലിയൊരു പള്ളിയുണ്ട്. ഹറമിലൊക്കെ നടക്കുന്ന പോലെ ആ ഭാഗങ്ങളിലുള്ള മയ്യത്തെ കൊണ്ടുവന്ന് എല്ലാ നിസ്കാരത്തിനും അസറിനോ ളുഹറിനൊക്കെ മയ്യത്ത് നിസ്കാരം ഉണ്ടാവും. അങ്ങനത്തെ ഒരു പള്ളിയാണത്. ഇബ്നു അബ്ബാസ് തങ്ങളുടെ പള്ളി ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒട്ടുമിക്ക ജമാഅത്തിനും മയ്യത്ത് നിസ്കാരം ഉണ്ടാവും. 2 ഹറമിൽ നടക്കുന്ന പോലെ. നഫീസത്തുൽ മിസ്രിയ ബീവിൻ്റെ പള്ളിയിൽ മയ്യത്ത് കുളിപ്പിക്കാനും കഫൻ ചെയ്യാനും എല്ലാറ്റിലുള്ള സൗകര്യമുള്ള പള്ളിയാണത്. അവിടെ എല്ലാ സമയത്തും മയ്യത്ത് നിസ്കാരം നടന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ അവിടെ റിനോവേഷനൊക്കെ നടക്കുകയെന്നപ്പോൾ അതൊക്കെ പൂർത്തിയായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഏതായിരുന്നാലും മഹദി നിൽക്കുന്ന ആ ഒരു വീട് അവിടെ പിന്നെ ഇബാദത്തായിരുന്നു. അങ്ങനെ മഹദി മരിക്കുകയാണ് ബീവി റളിയല്ലാഹു തആല അൻഹ. അന്ന് നോമ്പുകാരിയാണ്. അപ്പോൾ വല്ലാണ്ട് ഡീഹൈഡ്രേറ്റഡാണ്. അപ്പോൾ ആളുകൾ വെള്ളം കൊണ്ടുപോയി കൊടുത്തു. ബീവി നിങ്ങൾ വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞു. മഹദി റളിയല്ലാഹു തആല അൻഹ ആ വെള്ളത്തിലേക്ക് നോക്കി പറയാണ്, كنت دعوت الله سبحانه وتعالى منذ 30 سنة أن يتوفاني وأنا صائمة أفأفطر في هذا الوقت. ഞാൻ അള്ളാഹുവിനോട് 30 കൊല്ലമായിട്ട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അള്ളാഹുവേ എന്നെ മരിപ്പിക്കുകയാണെങ്കിൽ നോമ്പുകാരിയായിട്ട് മരിപ്പിക്കണമേ.